ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ അലീന നല്ല മാന്യമായിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഈ ഒരു സമയത്ത് മക്കളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങളൊക്കെ ഇനി എന്നാ കാണാന്നേക്കോ, സ്കൂളിൽ പോകാൻ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മക്കളെയൊക്കെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അലീന കൊടുത്ത പൈസയും പിടിച്ച് ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ സ്വയം നീറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ കണ്ണാടി എടുത്ത് കണ്ണിൽ വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വീട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ അലീന തിരിഞ്ഞ് നടക്കാൻ ചുവടെടുത്ത് വെച്ചപ്പോഴത്തേക്കും ദേ വരുന്നു മുന്നിലേക്ക് ഒരു വണ്ടി. ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ മനു ആദ്യം ഇറങ്ങി. മനുവിനെ കണ്ടപ്പോഴേക്കും അലീനയുടെ ചങ്ക് തകർന്നു പോയിട്ടോ. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീനയാണെങ്കിലും മനുവിനെ നോക്കി ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുമ്പോൾ മനു ആണെങ്കിൽ ഒരു ചിരിയൊക്കെ ചിരിച്ച് അലീനയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ഹായ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. രാവിലെ ഈ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഞാൻ പോവാം മനുവേട്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടതാണെന്നും പോയിക്കോളാൻ പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ പിരിച്ചു വിട്ടെന്നോ? ആര് പിരിച്ചു വിട്ടെന്ന്, എന്തിനു പിരിച്ചു വിട്ടെന്നൊക്കെ ചോദിച്ച് മനു ചോദിക്കുക. അപ്പം മനുവേട്ടൻ അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരെല്ലാം പറയുമെന്ന് അലീന പറഞ്ഞു. അത് ഞാൻ അവരോട് ചോദിച്ചോളാം, പക്ഷെ എനിക്ക് നിന്റെ മറുപടിയാണ് കിട്ടേണ്ടത് എന്ന് മനു പറയുമ്പം എനിക്കൊന്നും പറയാനില്ല എന്ന് അലീന പറഞ്ഞു. ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്നോടല്ലേ നീ ഉത്തരം പറയേണ്ടത്? ഞാനല്ലേ സ്നേഹനികേതനത്തിൽ നിന്ന് നിന്നെ ഏറ്റെടുത്തുകൊണ്ട് വന്ന് ബാലചന്ദ്രൻ വെറുതെ എനിക്ക് കൂട്ടുവന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളില്ല മനുവേട്ടാന്ന് അലീന പറഞ്ഞു. ഞാൻ സ്വർണത്തിനും പണത്തിനും വേണ്ടി മാനം വിറ്റു. ഞാൻ സാറിൻ്റെ പേട്ടയിൽ നിന്ന് പണം മോഷ്ടിച്ചു. ഇല്ലെന്ന് സത്യം ചെയ്തിട്ടും ആരും അതൊന്നും വിശ്വസിച്ചില്ല എന്നും പിന്നെ ഞാൻ എല്ലാം സമ്മതിച്ചു എന്നും അലീന മനുവിനോട് പറയാം. എനിക്ക് തിരിച്ചു പോവണ്ടേ? തൽക്കാലം ഇപ്പം നീ ഇവിടെ നിൽക്കേ, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. വേണ്ട മനുവേട്ടാ, പറയുന്നതൊന്ന് അനുസരിക്കുക അലീന, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു മനു. അപ്പം അലീന ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. നീ പോയിക്കോ, ആരും നിന്നെ തടയാനൊന്നും വരില്ല. പക്ഷെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക, മനു പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ. ഈ സമയത്ത് ഹരിയെ വിളിച്ചു. ഹരി വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ ഇറങ്ങി വരിക. ഇത് കണ്ട് അലീന അടുങ്ങിപ്പോയി കേട്ടോ. അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ ഒരു കള്ളനെ പോലെ ഇങ്ങനെ നിലത്തേക്ക് നോക്കി അലീനയുടെ മുഖത്ത് നോക്കാൻ അറപ്പോടു, അതായത് ഒരു ജാള്യത ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതോടുകൂടി ഇവൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അലീനയാണെങ്കിൽ അന്തം വിട്ട് ഹരിയെ നോക്കുക. ഇവൻ ഇത്രയും വലിയ പണി കിട്ടുമെന്ന് അവൻ പോലും വിചാരിച്ചില്ല. അങ്ങനത്തെ അലീനയുടെ മുന്നിൽ വന്ന് ഇവനിങ്ങനെ നിലത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അലീനയ്ക്ക് ഇവനെ കൊല്ലാനുള്ള കലിയുണ്ട്. പക്ഷെ അലീന അതൊന്നും മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. മനു അന്നേരത്തേക്കും ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതെന്താണെന്ന് അലീനയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പോൾ മനുവിൻ്റെ നേരെ അലീന ഇങ്ങനെ നോക്കി. അപ്പോൾ മനു അലീനയെ നോക്കി. അലീന ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ വാടാ എന്നും പറഞ്ഞ് ഹരിയേയും കൂട്ടി നമ്മുടെ മനു അകത്തേക്ക് കയറിപ്പോയി. അലീന അവിടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇതിൽ സർപ്രൈസിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ മനു അകത്തേക്ക് കയറി വന്നു. വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതേ കേൾക്കേണ്ടവൻ, ഏറ്റവും ആദ്യം കേൾക്കേണ്ടവനാണ് രോഹിത് അവിടെ നിൽപ്പുണ്ട്, വൈജയന്തി അവിടെ നിൽപ്പുണ്ട്, അവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല കറക്റ്റ് സമയത്ത് ഹരിയുമായിട്ട് മനു കയറി വരുമെന്ന്. അവളുടെ അടപ്പ് തെറിച്ച് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ഇത് എന്താ നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു പേടിയിൽ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിൽ പാവം ഇങ്ങനെ മാറിയിരിക്കുക. അപ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലചന്ദ്രൻ വന്നപ്പോൾ ദേ വന്നു നിൽക്കുന്നു ഹരിയും അതുപോലെ തന്നെ നമ്മുടെ മനുവും കൂടി. തൊട്ട് പിന്നാലെ കൃഷ്ണയും ബബിതയും വന്നു. അവർ പോകാൻ റെഡിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ ബബിത ഇങ്ങനെ ബാഗിലേക്ക് വെള്ളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും കൃഷ്ണ ഇത് നോക്കിയെന്ന് പറഞ്ഞ് ബബിതയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. മറ്റവനാണെങ്കിലോ ഇങ്ങനെ നിലത്തേക്ക് നോക്കി ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഇങ്ങനെ കയറി വരുന്നു. ഈ സമയത്ത് ആൻറ്റി അലീനയെ ടെർമിനേറ്റ് ചെയ്തോ? അല്ല, ഇവിടുത്തെ സർവീസിൽ നിന്ന് മനു ഇങ്ങനെ വൈജയോട് ചോദിച്ചു. അവളെ ഇവിടുന്ന് വിട്ടത് തന്നെയാണെന്ന് വൈജയന്തി പറയാം. അപ്പോൾ വെൽഡൻ ആൻറ്റി, വെൽഡൻ, കൺഗ്രാറ്റ്സ് എന്ന് മനു വൈജയോട് പറഞ്ഞു. എന്നിട്ട് നേരെ മനു ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അങ്കിളും കേട്ടതൊക്കെ വിശ്വസിച്ച് എല്ലാം അനുവദിച്ചു കൊടുത്തല്ലേ എന്ന് മനു ചോദിച്ചു. അത് ചില കാര്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടിയില്ല, അതാണെന്ന് പറഞ്ഞു. അത് ചോദിക്കേണ്ടവരോട് ചോദിച്ചാലല്ലേ അങ്കിളെ കിട്ടത്തുള്ളൂ എന്ന് മനു അന്നേരം ചോദിച്ചു. അപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കുക ഹരിയാണെങ്കിൽ നിലത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി ചോദ്യവും പറച്ചിലൊന്നും വേണ്ട മനു, അലീനയെ ഞങ്ങൾ പറഞ്ഞയച്ച് കഴിഞ്ഞു. അവളുടെ ശമ്പളം ബാക്കി കൊടുത്ത് കണക്കും ക്ലോസ് ചെയ്ത് അവളിവിടുന്ന് ഇറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്കിൾ എന്തിനാ ഇന്നലെ രാത്രി ഹരിയെ തിരക്കിയത്?
എന്തെങ്കിലും ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാൻ മനു ബാലചന്ദ്രനോട് പറഞ്ഞു. ഇവനാണെങ്കിലും ഇങ്ങനെ ഉരുകി അവിടെ നിൽക്കുക ഈ ഹരി. അപ്പോൾ ബാലചന്ദ്രൻ നേരെ ഹരിയുടെ മുന്നിലേക്ക് ചെന്നു. വൈജയന്തിക്ക് പേടി, ഇനിയിപ്പോൾ എന്തെങ്കിലും അല്ലാണ്ട് വന്നാലോ എന്ന്. ആ സമയത്ത് ഹരി, നീയും അലീനയും തമ്മിൽ എന്താ കണക്ഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അലീന നിന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ നീയും അവളും തമ്മിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടായിരുന്നോ എന്ന് ഹരിയോട് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇവൻ നിന്നങ്ങനെ ഒരുക്കും. അപ്പോൾ രോഹിത് അവിടെ നിൽക്കല്ലേ, രോഹിത്തിനോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാ. ആ സമയത്ത് വൈജയന്തി ഇങ്ങനെ വന്ന് കേൾക്കാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഇവൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ രോഹിത്തിനും ആകാംക്ഷയുണ്ട് ഇവൻ എന്താ പറയുന്നതെന്ന് അറിയാൻ. അപ്പോൾ ഇല്ല എന്ന് ഹരി പറഞ്ഞു, ഒന്നും ഇല്ല എന്നും ഹരി പറഞ്ഞു. രോഹിത്ത് ഞെട്ടി ഇവൻ്റെ മറുപടി കേട്ടിട്ട്. ഇന്നലെ വരെ ഇതല്ലല്ലോ ഇവൻ പറഞ്ഞത്. അപ്പോൾ വൈജയന്തി അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. നീ അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സ്വർണം കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ രോഹിയോട് പറഞ്ഞത് നിനക്ക് അലീനയുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്, അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ? അത് ഞാൻ ഇവൻ്റെ അടുത്ത് തള്ളിയതാണെന്ന് ഹരി അന്നേരം പറഞ്ഞു. അവൻ ഇതൊക്കെ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ഞാൻ ഓർത്തോന്ന് ഹരി പറയുന്നു. തലയ്ക്ക് കൈവച്ച് പോയി ബാലചന്ദ്രൻ, കുടുംബത്തുള്ളവൻ്റെ ആ ഒരു നല്ല ഗുണം അറിഞ്ഞിട്ട്. നീ ഒരു രാത്രി ഇവിടെ വന്ന് താമസിച്ചപ്പോൾ അലീനയ്ക്ക് നീ ഗോൾഡ് റിംഗ് കൊടുത്തോ? അത് ഗോൾഡൊന്നും അല്ലെങ്കിൽ നീ കൊടുത്തോ ഇല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് എന്നും മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പരോഹിത്താരായി വെറും ഡിഷ് അങ്ങനെ അങ്ങ് കിടക്കുക. അപ്പോൾ ദേ ബബിതയും ഒക്കെ വല്ലാണ്ടായി നിൽക്കുക കേട്ടോ. നീ ആ മോതിരം അലീനയെ കാണിക്കുകയോ തരാമെന്ന് പറയുകയോ ചെയ്തിരുന്നോ? അപ്പോൾ വൈജ വന്നു. ഞാൻ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവളെന്താ നിന്നോട് പറഞ്ഞത്? രാത്രി വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞോ? അല്ല, വേണ്ടാന്ന് പറഞ്ഞെന്ന കാര്യം പറഞ്ഞു. വൈജയന്തിയുടെ ചെവിക്കല്ല് തീർത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ വന്നത്. അപ്പോഴത്തേ നമ്മുടെ മനു തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മുടെ അലീനയുടെ നിരപരാധിത്വം നല്ല ഹീറോ ആയിട്ട് വന്ന് നമ്മുടെ മനു തെളിയിക്കണം. നീ പിന്നെ എന്ത് ഉദ്ദേശത്തിലാടാ അത് അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ മോതിരം പിന്നെ എങ്ങനെയാടാ അലീനയുടെ കയ്യിലെത്തിയത്? അത് ഞാൻ ആരും കാണാതെ കൊണ്ടുവന്ന് വെച്ചതാണെന്നും ഹരി ഇങ്ങനെ പറഞ്ഞു. ചൂളി നിൽക്കും അമ്മയും മോനും അവിടെ അടി. അപ്പോൾ അതും അവൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തത് അങ്ങളെ, അതിലെന്ത് തമാശയാടാ ഉള്ളതെന്ന് ബാലചന്ദ്രൻ അന്നേരം ഹരിയോട് ചോദിച്ചു. രോഹിയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ, എനിക്കറിയായിരുന്നു അവൻ ചെന്ന് അലീനയുടെ ബാഗ് തപ്പി നോക്കുമെന്ന് പറഞ്ഞു. മനു അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ തലയാട്ടു കേട്ടോ. രോഹിത്ത് അങ്ങനെ നാറി വെളുത്ത് അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഇവനെ പറ്റിച്ച നിനക്കെന്താടാ കിട്ടുന്നത്? അങ്കിളെ, ഞാൻ അവനോട് വീമ്പ് പറഞ്ഞതാ ആ റിങ് അലീനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന്, അവളത് വാങ്ങുമെന്നും. അവൻ്റെ അടുത്ത് ആളാകാൻ വേണ്ടി ചെയ്തതാ. എടാ അതിന് ചെകിടടിച്ച് പൊട്ടിക്കല്ലേടാ വേണ്ടത് എന്ന് ബാലചന്ദ്രൻ നേരം ചോദിച്ചു. അലീന ഇതൊന്നും അറിയാതെ പാവം പുറത്തിങ്ങനെ നിൽക്കുക കേട്ടോ, ഇതെന്തകത്ത് നടക്കുന്നതെന്ന് അറിയാതെ. ആ സമയത്ത് ബബിതയും അതുപോലെ കൃഷ്ണയും കൂടി അവരുടെ അടുത്തേക്ക് വന്നു. എൻ്റെ വീട്ടിൽ കയറി ഒന്ന് പോക്കൃത്തരം കാണിച്ചിട്ട് റാസ്കൽ എന്നും പറഞ്ഞു ഇങ്ങനെ ബാലചന്ദ്രൻ അവനെ ശരിക്കും ഇട്ട് കുടഞ്ഞു. ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയുടെ മാനം കെടുത്തിയിട്ടാണോടാ നിന്റെ കള്ളക്കളി? നീ എന്താടാ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് തന്നെ സംസാരിച്ചു. ആ സമയത്ത് വാ നമുക്ക് പോകാം, സമയം പോകുന്നു എന്നും പറഞ്ഞ് ബബിത എന്നിട്ട് അനിയത്തിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുക. അമ്മ ഞങ്ങൾ പോകുകയാണെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് പോകാൻ നോക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രോഹിത്തും പതുക്കെ അവിടെ നിന്ന് തല ഊരാനായിട്ട് നോക്കുക കേട്ടോ. ഇവനെ ശരിക്കും അടിമൂടി നോക്കിയിട്ടാണ് അവിടെ നിന്ന് രോഹിത്ത് അങ്ങ് ഇറങ്ങിപ്പോയത്. അങ്ങനെ അവർ 3 പേരും സ്കൂട്ടായി. അങ്ങനെ അവർ 3 പേരും പോയി കഴിഞ്ഞപ്പം നിനക്ക് ഇവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളാൻ വൈജയോട് ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പം എനിക്ക് ഇവനോടൊന്നും ചോദിക്കാനില്ല എന്ന് വൈജ ഭർത്താവിനോട് പറയുക. മനു അന്നേരവും നല്ല ഇതായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇവനാണെ ചൂളി ഇങ്ങനെ നിൽക്കുന്നു. ഹരി അന്നേരം അവിടുന്ന് പോകാൻ നോക്കണു. അപ്പം ഹരി നീ അവിടെ നിൽക്കാൻ പറഞ്ഞു, ഒന്നിച്ചു പോയാൽ മതിയെന്ന് മനു ഹരിയോട് പറഞ്ഞു. ഹരി അന്നേരത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നമ്മുടെ അലീന അവിടെ നിൽക്കുന്നത് കണ്ടു. അലീന പാവം ഇവനെ കണ്ടില്ല, പുറം തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇവൻ അന്നേരത്തേക്ക് അലീനയോട് ഭയങ്കര കലിപ്പ്. അലീനയെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവൻ കാണിച്ച തെണ്ടിത്തരം മുഴുവനും വീട്ടുകാർ കണ്ടുപിടിച്ചതിന് അലീനയോട് കലി. അവൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആൻറ്റിക്ക് ഇനി സംശയമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ മനു. ആൻറ്റിക്ക് ഇതിൽ സംശയമൊന്നും ഇല്ലല്ലോ, ആ രൂപ എടുത്തത് അവൾ തന്നെയാണെന്ന് സമ്മതിച്ചല്ലോ, അതിൽ കൂടുതൽ എന്ത് വേണം എന്ന് വൈജ ചോദിച്ചു. അലീന രൂപ മോഷ്ടിച്ചെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് മാത്രമല്ല ദേ ആ രൂപ അവൾ തിരിച്ചു തരികയും ചെയ്തു. എൻ്റെ ആൻറ്റി, അഭിമാനമുള്ളവർ അത് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് മനു അന്നേരം ഈ വൈജയന്തി എന്ന് പറയുന്നവളോട് പറഞ്ഞു.
മുത്തശ്ശൻ സ്നേഹനികേതനത്തിൽ ബ്രിജിറ്റാമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 70,000-80,000 രൂപയുണ്ടായിരിക്കും. അതിൽ ബാക്കി വന്ന് സൂക്ഷിച്ചത് അലീനയായിരിക്കും എന്ന കാര്യം പറഞ്ഞു. ബ്രിജിറ്റാമ്മ മരിച്ചു പോയില്ലേ, പിന്നെ എന്തിനാ അവൾ കുറ്റം സമ്മതിച്ചെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സമ്മതിപ്പിച്ചതല്ലേ അല്ലേന്ന് മനു ചോദിക്കുക. ആ സമയത്ത് ബാലചന്ദ്രൻ തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നിങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും പറയാൻ പറഞ്ഞു മനു. അതിന് ഇവക്ക് മറുപടിയൊന്നുമില്ല. ചില പോലീസുകാരുണ്ട് നിരപരാധികളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നവർ അടിച്ചും ഇടിച്ചും തൊഴിച്ചും. അതുപോലെ ഇപ്പോൾ വൈജയന്തി ഇങ്ങനെ ബാലചന്ദ്രൻ്റെ നേരെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവിടെ ഉത്തരം മുട്ടി നിൽക്കുക ബാലചന്ദ്രൻ. അപ്പോഴത്തേക്കും വൈജയന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അല്ല ആൻറ്റിയുടെ വിചാരം എന്താ? വീട്ടുജോലി ചെയ്യുന്നവർക്ക് 1000-5000 ഒന്നും കയ്യിൽ വയ്ക്കാൻ അവകാശമില്ലേ? പിച്ചക്കാരുടെ കയ്യിൽ കാണുമല്ലോ 10,000 രൂപ. പിന്നെ ഞങ്ങളുടെ പെട്ടിയിലും പേഴ്സിലും ഉണ്ടായിരുന്ന പൈസ ഇവിടെ പോയി. കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ സംശയിച്ചത്. അതിന് മറ്റുള്ളവരെ കള്ളിയാക്കുക അല്ല വേണ്ടത്. ആദ്യം മകനെ വിളിച്ച് ചെകിടത്ത് 2 പൊട്ടിക്ക്, എന്നിട്ട് വേണം അടിച്ചു മാറ്റിയ പൈസ എന്ത് ചെയ്തു എന്ന്. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് മനു വൈജയന്തിയോട് പറഞ്ഞു. ബാലചന്ദ്രനും വൈജയന്തി അന്തം വിട്ട് നോക്കുക. എൻ്റെ മോൻ പൈസ വല്ലതും എടുത്തോ മോനെന്നേ? വെണ്ണം നിറഞ്ഞ ആ ഒരു ഇത് അല്ലെങ്കിൽ വെണ്ണ പുരട്ടി ചോദിച്ചാലേ അവൻ എടുത്തിട്ടില്ലെന്നേ പറയൂ. ഹരിയോട് ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ അവൻ എനിക്കൊരു മറുപടി തന്നത് അറിയാവോ? അയ്യോ അവനൊന്നും അറിയില്ല, അവൻ പാവം, പഞ്ചപാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവൻ അല്ലേ? കൊടുത്തു ഞാൻ 4 ചകിട്ടത്ത്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഇങ്ങോട്ട് പോകുന്നുവെന്ന് മനു വൈജയന്തിയോട് പറയുക. ബാലചന്ദ്രൻ അന്തം വിട്ടു പോയി കേട്ടോ. വൈജയന്തി ഇങ്ങനെ അപ്പോഴും ഇതാണെങ്കിലും അഹങ്കാരം ഇങ്ങനെ എടുത്ത് തലയുടെ മേളിൽ വെച്ചേക്കുന്നത് കൊണ്ട് അത് പുറത്തേക്ക് കാണിച്ചു തന്നെ നിൽക്കുള്ളൂ. രോഹിത് മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നതെന്ന് വൈജയന്തി ചോദിക്കുമ്പം, എൻ്റെ ആൻറ്റി ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയത്തില്ല, തലയ്ക്കകത്ത് മൂള ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. മനു നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്നു. അങ്കിളെ ആ കുട്ടി സത്യമേ പറയത്തുള്ളൂ, അത് കാണാൻ അതിൻ്റെ മനസ്സ് കുത്തി കീറൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ, മനു നീ എന്തിനാ അവളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്? നിൻ്റെ ആരാ അവളെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ആരും അല്ല, പക്ഷേ എനിക്ക് അറിയാം അലീനയെ. അവൾ വളർന്ന സാഹചര്യം അതെനിക്കറിയാം, അവളെ വളർത്തിയ മമ്മി എനിക്കറിയാം, അവളുടെ മനസ്സും എനിക്ക് അറിയാമെന്ന് നമ്മുടെ മനു ഈ വൈജയന്തിയോട് പറഞ്ഞു. ഇവളാണെങ്കിൽ അങ്ങോട്ടും കണ്ണൂരിട്ടി പിടിച്ചിങ്ങനെ നിൽക്കി വൈജയന്തി. ആൻറ്റി അന്തസ്സും അഭിമാനവും അതുപോലെ സന്മനസ്സൊക്കെ ഉള്ളവർ വളരെ കുറച്ചേ ഉള്ളൂ, നമുക്കോ അതില്ല, ഉണ്ടെന്ന് ഭാവിക്കത്തേ ഉള്ളൂ. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ. ഓ അതിനും മറുപടി ഇല്ല വൈജയന്തിക്ക്. ആൻറ്റി ഒന്നും ഇത്രത്തോളം ചീപ്പായി പോകരുത് ആൻറ്റിയെന്നും മനു വൈജയന്തിയോട് പറയുക കേട്ടോ. അപ്പോഴും വൈജയന്തിയെ നോക്കി പുച്ഛിച്ചൊരു ചിരിയായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിൽക്കുക. ദേ അലീന എൻ്റെ മനസ്സിൽ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇത് ഒരുപാട് മോശമായി പോയി നിങ്ങൾ ഈ ചെയ്തത്, വളരെ 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 മോശമായി പോയെന്നൊക്കെ പറയുമ്പം പുള്ളിക്കാരി പെട്ടെന്ന് ഇങ്ങനെ വാച്ചാലേക്ക് നോക്കുക. ഈശ്വര സമയം പോയല്ലോ, ഇന്നും ഞാൻ ലേറ്റ് ആയല്ലോ എന്നും പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ നിൽക്കുക. ഇനി എപ്പോൾ ഞാൻ ബാങ്കിലെത്താനാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് നൈസായിട്ട് ഊരിപ്പോകാനായിട്ട് നോക്കുക. ഈ സമയത്ത് അങ്കിളെ എന്നും പറഞ്ഞ് മനു ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നപ്പം അങ്ങനെ കൈ കൂപ്പി മനുവിൻ്റെ മുന്നിൽ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ മനുവിനെ അംഗീകരിച്ച് നിർത്തിയിരിക്കുക. ഈ സമയത്ത് നമ്മുടെ അലീന പുറത്ത് ഇങ്ങനെ വിഷമിച്ച് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനും മനുവും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നപ്പം അലീന അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ബാലചന്ദ്രനാണെങ്കിൽ ഒരു മടിയോടെ ഒരു ജാള്യതയോടെ നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ബാലചന്ദ്രനെ കണ്ടപ്പോഴത്തേക്കും കണ്ണൊക്കെ തുടച്ച് അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് മോളെ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സോറി എന്ന് അദ്ദേഹം ഇങ്ങനെ അലീനയോട് പറഞ്ഞു. അപ്പോൾ വേണ്ടല്ലോ എന്ന് അലീന ഇദ്ദേഹത്തിനോട് പറഞ്ഞു. തിരിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം തെറ്റുപറ്റി പോയില്ലേ എന്ന് ബാലചന്ദ്രൻ സോറി പറയുകയല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുക. ലാസ്റ്റ് അലീനയുടെ കാല് പിടിച്ചു ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം. ആ പൈസ എന്നിട്ട് അലീനയുടെ നേരെ അങ്ങ് വെച്ച് നീട്ടിയിട്ട് ഇത് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിത് വേണ്ട എന്ന് അലീന ബാലചന്ദ്രനോട് പറയാം. നല്ല കുട്ടികളിങ്ങനെ വാശി പിടിക്കരുത് എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയണം. അപ്പോൾ ഇത് വാങ്ങിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിക്കുക. എന്നിട്ട് അലീനയുടെ കയ്യിൽ ആ പൈസ വെച്ച് കൊടുത്തു. എന്നിട്ട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അലീന അവിടെ നിന്ന് ഇങ്ങനെ ഉരുക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വേണ്ടാന്ന് അലീന ബാലചന്ദ്രനോട് പറയുക കേട്ടോ. ഞാൻ പോയിക്കോളാവുന്നു അലീന ഇങ്ങനെ ബാലചന്ദ്രനോട് പറഞ്ഞാണ് കരയണേ. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ കരഞ്ഞു ശരിക്കും. ബാലചന്ദ്രൻ എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് വരുവാണ്. ഇതൊക്കെ കണ്ട് മനു ഇങ്ങനെ കൈ കെട്ടി നിൽക്കുക. അപ്പം മനുഷ്യരല്ലേ മോളെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി, മോളത് ക്ഷമിക്കാൻ പറഞ്ഞു. ഹൃദയമുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ എന്നും
ബാലചന്ദ്രൻ നമ്മുടെ അലീനയോട് ചോദിക്കുക, മോള് ഞങ്ങളോട് ക്ഷമിക്കാനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ തലയിൽ ഇങ്ങനെ തൊട്ടു കേട്ടോ. അലീന നിന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയുടെ തലയിൽ തൊട്ടിട്ട് ഇങ്ങനെ തലോടി പോട്ടെ എന്ന് പറഞ്ഞു, തൊട്ടു പോട്ടെ എന്ന് പറഞ്ഞു. സാരയില്ല എന്നും പറഞ്ഞു ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയെ സമാധാനിപ്പിക്കുക. അപ്പോഴും ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ചു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അലീന. ഈ സമയത്ത് ബാലചന്ദ്രൻ നേരെ മനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീ അവളോട് പറ ചെല്ല്, എനിക്ക് വയ്യ എന്ന് ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞു. മനു അന്നേരം അലീനയുടെ അടുത്തേക്ക് വന്നു. അലീന ദേ നോക്ക്, എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ മനുവേട്ടാ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുമ്പം നീ അകത്തോട്ട് ചെല്ലാൻ മനു അലീനയോട് പറയുക. മനുവേട്ടാ ഞാൻ മിണ്ടാതെ പറയുന്നതനുസരിച്ച് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മനു, ഇവിടെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ഒരു കോള് വിളിച്ചറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചോ എന്ന് മനു അലീനയോട് ചോദിച്ചു. മേലിൽ ഇത് ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞു. അപ്പം അലീന ഇങ്ങനെ നോക്കുമോ മനുവിനെ. അങ്ങനെ അലീനയുടെ ഭാഗം മനു തന്നെ അകത്തേക്ക് എടുത്തു. അതിനുശേഷം അലീനയുടെ കയ്യും പിടിച്ച് നമ്മുടെ മനു തന്നെ അലീനയെ വീടിനകത്തേക്ക് കൊണ്ടുവരുന്ന സുന്ദര നിമിഷം. അങ്ങനെ അവർ രണ്ടുപേരും വീടിനകത്തേക്ക് കയറി. മനു നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അപ്പം മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മുകളോട്ട് നോക്കി കിടക്കുക. ആ സമയത്ത് സൗദാമിനി അമ്മേ എന്നും പറഞ്ഞൊരു വിളി. മുത്തശ്ശി തിരിഞ്ഞു നോക്കിയപ്പോൾ മനു. അപ്പോൾ മനു കയറി വന്നപ്പോൾ മോനെ മനു എന്നും പറഞ്ഞ് മുത്തശ്ശി വിളിച്ചു. മുത്തശ്ശിയെ നോക്കാൻ ഒരു കുട്ടിയെ ഞാൻ മുത്തശ്ശിയുടെ കൈകളിൽ ഏൽപ്പിച്ചായിരുന്നല്ലോ, എന്തിയാ അവളെവിടെ പോയെന്ന് മനു ചോദിക്കാം. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുക. എൻ്റെ മോനെ എല്ലാവരും കൂടെ അവളെ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്, വേറൊന്നും മുത്തശ്ശിനോട് പറയണ്ട. അവളെ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചു മോനെ. എങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് എനിക്കറിയാൻ മേലെ എങ്ങോട്ടാ പറഞ്ഞയച്ചതെന്ന്. ഇവിടുത്തെ ജോലിയിൽ നിന്ന് അവളെ പിരിച്ചു വിട്ടുവെന്ന് പറഞ്ഞു. എന്നോട് ചോദിക്കാതെയോ? ഞാനല്ലേ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്, എനിക്കല്ലേ ഉത്തരവാദിത്വം ഉള്ളത്. മുത്തശ്ശി പോലും എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഓ, ഞാൻ എങ്ങനെ പറയാനാടാ നിന്നോട്? ഈ കിടക്കുന്ന ഞാൻ എഴുന്നേക്കാൻ പോലും കഴിവില്ലാതെ എന്നൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു? എൻ്റെ ഫോൺ കമല നശിപ്പിച്ച് കളഞ്ഞില്ലേടാ. ഓ, മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ വാങ്ങിച്ച് തരാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അലീന ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എന്താ കാരണം? അപ്പം എൻ്റെ പൊന്നുമോനെ, നിൻ്റെ അനിയനുണ്ടല്ലോ, അവൻ ഇവിടെ വന്ന് ആ കൊച്ചിൻ്റെ അടുത്ത് ഏതാണ്ടൊക്കെ തട്ടിപ്പ് കാണിച്ചു. വെടക്കാക്കി തനിക്കാക്കാൻ നോക്കിയതാ അവൻ. അവൾ നേരും നെറിയും ഉള്ളവളായതുകൊണ്ട് ഒന്നും നടന്നില്ല. മുത്തശ്ശിക്ക് സ്വന്തം മകളോട് പറയായിരുന്നില്ല ഇതൊക്കെ തട്ടിപ്പാണെന്ന്. ഞാൻ പറയാഞ്ഞിട്ടാണോടാ? കാലേ വീണു പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ കിളവി പറഞ്ഞാൽ ആര് കേൾക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും കൊള്ളാം, അതുപോലൊരു പെങ്കൊച്ചിനെ കിട്ടുമോ മുത്തശ്ശി? എവിടുന്ന് കിട്ടാൻ? ഒരിടത്തൊന്നും കിട്ടത്തില്ലടാ മോനെ. മുത്തശ്ശിക്കെങ്കിലും ആ ബോധ്യം ഉണ്ടല്ലോ അല്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ, എനിക്കറിയാവിടെ മോനെ, പക്ഷെ ഇവിടെ ഉള്ളവർ അത് സമ്മതിക്കണ്ടേ? അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, അലീനയെ തിരിച്ച് വിളിച്ച് മുത്തശ്ശിയെ ഏൽപ്പിക്കാമെന്നും മനു മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി എന്നൊരു അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. പക്ഷേ അവളെ എങ്ങനെയാണ് മുത്തശ്ശി നോക്കുന്നത്, അതുപോലെ തന്നെ മുത്തശ്ശി അവൾക്കും സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു മനു. അപ്പം മുത്തശ്ശി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക, അത് സാധിക്കുമോ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അലീനയെ വിളിച്ചു. അങ്ങനെ അലീനയെ വിളിച്ചപ്പോൾ അലീന ഇങ്ങനെ പതുക്കെ കയറി വന്നു. മുത്തശ്ശി അലീനയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. മുത്തശ്ശിന്ന് വിളിച്ച അലീന ഭയങ്കര കരച്ചിൽ. മുത്തശ്ശിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും അതുപോലെ നമ്മുടെ അലീനയും വീണ്ടും കണ്ടുമുട്ടി. എല്ലാവരെയും തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ മനു അലീനയെ ചേർത്ത് പിടിക്കുന്നു. അവസാനം ഇനി വൈജയന്തിയുടെ ഒരു വിളച്ചിലും അലീനയുടെ അടുത്ത് നടക്കാനും പോകുന്നില്ല. അപ്പം അങ്ങനെ നല്ല രസമായിട്ട് പറഞ്ഞാൽ തീരാത്ത വാക്കുകളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് അലീന ഒന്ന് ചലിച്ചാൽ, അല്ലെങ്കിൽ അലീനയ്ക്ക് നേരെ വൈജി ഒന്ന് ചലിച്ചാൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാൻ അവിടെ ആളുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ബാലചന്ദ്രനാണെങ്കിലും മനു ആണെങ്കിലും. ഇനി രോഹിത് എങ്ങനെ അലീനയുടെ മുഖത്ത് നോക്കും? നാണോ മാനോ ഉള്ളവനാണെങ്കിൽ നോക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസും കാര്യങ്ങളും പറഞ്ഞാൽ തീരാത്ത നല്ല നല്ല മുഹൂർത്തങ്ങളുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.